നമസ്കാരം. UGC നിയമം ഭേദഗതി ചെയ്തപ്പോൾ പ്രതിരോധ കൺവെൻഷൻ തീർത്ത സംസ്ഥാനമാണ് കേരളം എന്നത് മറക്കരുത്. ഫെഡറലിസത്തിന് വിരുദ്ധമായി സംസ്ഥാന സർക്കാർ ആനുകൂല്യങ്ങൾ കവർന്നെടുക്കുകയാണ്. കേന്ദ്ര സർക്കാരിന് പിടിമുറുക്കാൻ ഗവർണർമാർക്ക് അധികാരം കൂടുതൽ നൽകുന്നു എന്നതായിരുന്നു കേരളത്തിന്റെ പ്രതിഷേധം. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് കൂടുതൽ അധികാരം നൽകുന്ന വ്യവസ്ഥകൾക്കൊപ്പം സർവകലാശാല നിയമ ഭേദഗതി ബില്ലിൽ മന്ത്രി ആർ ബിന്ദു ഇതിനിടെ തയ്യാറാക്കി. ഇത് ജനാധിപത്യപരമാണെന്നാണ് കേരളം പറയുന്നത്. പക്ഷേ വീട് നന്നായാലേ നാട് നന്നാവൂ എന്ന ആശയം ഈ ബില്ലിൽ ഉണ്ടെന്നാണ് സൂചന. മന്ത്രിക്ക് വ്യക്തിപരമായി ഗുണകരമാകുന്ന വകുപ്പുകളും ഈ ബില്ലിലുണ്ട്. കോളേജ് അധ്യാപകർ, പഞ്ചായത്ത് പ്രസിഡന്റ്, മുനിസിപ്പൽ കോർപ്പറേഷൻ അധ്യക്ഷൻ, കോർപ്പറേഷൻ മേയർ എന്നീ പദവികളിലെത്തിയാൽ ആ കാലയളവ് വേതനമല്ലാതെ അവധിയായി കണക്കാക്കാമെന്നാണ് ബില്ലിലെ പുതിയ അവസ്ഥ. മന്ത്രി ബിന്ദു മുമ്പ് മേയറായിരുന്നു. അധ്യാപക ജോലിയിൽ നിന്നും അവധിയെടുത്താണ് തൃശൂർ കോർപ്പറേഷനെ നയിച്ചത്. ഇതിലൂടെ ഉണ്ടാകുന്ന പെൻഷൻ നഷ്ടം മന്ത്രി ബിന്ദു മാറ്റിയെടുക്കുകയാണ്. അതായത് സ്വന്തം കുടുംബത്തിലേക്ക് ഖജനാവിൽ നിന്ന് കുറച്ചുകൂടി പെൻഷൻ ബിന്ദു എടുക്കും. അങ്ങനെ സ്വന്തം കുടുംബത്തെ സേഫ് ആക്കും. ഇതിലൂടെ സമൂഹത്തിലെ കുറച്ച് ആളുകൾക്ക് കൂടി ഗുണം കിട്ടും. അങ്ങനെ വ്യത്യസ്തയാവുകയാണ് മന്ത്രി ബിന്ദു. ബിൽ തിങ്കളാഴ്ച നിയമസഭ പരിഗണിക്കും. തദ്ദേശ സ്ഥാപനങ്ങളിൽ അധ്യക്ഷ പദവി വഹിച്ചിരുന്ന എയ്ഡഡ് കോളേജ് അധ്യാപകർ ആ കാലയളവ് സർവീസായി പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ട് സർക്കാരിനെ സമീപിച്ചിരുന്നു. ഇതിലേറെയും ഇടതുപക്ഷക്കാർ തന്നെയാണ്. അങ്ങനെ മന്ത്രിക്കും സഖാക്കൾക്കും കൂടുതൽ ആനുകൂല്യം കിട്ടുന്ന ഈ ബില്ലിൽ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ഒപ്പിടുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം. ഈ വിഷയം പരാതിയായി രാജ്ഭവനിൽ എത്താൻ സാധ്യത ഏറെയാണ്. 2005 മുതൽ 2010 വരെ ആർ ബിന്ദു തൃശൂർ മേയറായിരുന്നു. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായി 2021 തൃശൂർ കേരളവർമ്മ കോളേജിൽ നിന്ന് അവർ രാജിവെച്ചത്. നിയമ ഭേദഗതി അംഗീകരിക്കപ്പെട്ടാൽ മന്ത്രിയുടെ മേയർ പദവിയുടെ കാലയളവ് കൂടി പരിഗണിച്ച് കോളേജ് അധ്യാപിക എന്ന നിലയിൽ ഉയർന്ന പെൻഷൻ ആനുകൂല്യം വാങ്ങാനാകുമെന്നാണ് ആക്ഷേപം. 5 വർഷം മേയർ ആയിരുന്നതുൾപ്പെടെ 26 വർഷത്തെ സർവീസാണ് അവർക്ക് ലഭിക്കുക. എയ്ഡഡ് കോളേജ് അധ്യാപകർ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് വിലക്കിക്കൊണ്ട് കേരള സർവീസ് ചട്ടത്തിൽ 2021 ഭേദഗതി വരുത്തിയെങ്കിലും അതിൽ സുപ്രീം കോടതിയുടെ സ്റ്റേ തുടരുമ്പോൾ തന്നെ നിയമ ഭേദഗതി കൊണ്ടുവരുന്നത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് ഗുണകരമാക്കുന്നതിനാണെന്നാണ് ആക്ഷേപം. നിയമസഭ പാസാക്കുന്ന സർവകലാശാല ഭേദഗതി നിയമത്തിൽ പുതിയ വകുപ്പ് എഴുതി ചേർക്കുന്നതോടെ ഉത്തരവിറക്കുന്നതിനുള്ള തടസ്സങ്ങൾ നീങ്ങിക്കിട്ടും. ബിന്ദുവിന് പ്രൊഫസർ പദവി നൽകാനായി കാലിക്കറ്റ് സർവകലാശാല UGC ചട്ടങ്ങൾ മാറ്റിയെന്ന ആക്ഷേപം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഗവർണർക്ക് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി പരാതിയും നൽകിയിരുന്നതാണ്. മുൻകാല പ്രാബല്യത്തിൽ പദവി നൽകിയത് ചട്ടവിരുദ്ധമെന്നായിരുന്നു പരാതി. സർവീസിൽ നിന്ന് വിരമിച്ച കോളേജ് അധ്യാപകർക്ക് കൂടി പ്രൊഫസർ പദവി അനുവദിക്കാൻ കാലിക്കറ്റ് സർവകലാശാല ചട്ടങ്ങൾ ലംഘിച്ചെന്നായിരുന്നു ഉയർന്ന ആരോപണം. 2018 UGC റെഗുലേഷൻ വകുപ്പ് പ്രകാരം സർവീസിൽ തുടരുന്നവർക്ക് മാത്രമേ പ്രൊഫസർ പദവി നൽകാവൂ. മന്ത്രി ആർ ബിന്ദു കേരളവർമ്മ കോളേജിൽ ഇംഗ്ലീഷ് അധ്യാപികയായിരിക്കവേ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനായിട്ടാണ് ജോലിയിൽ നിന്ന് വിരമിച്ചത്. തിരഞ്ഞെടുപ്പ് സമയത്ത് പ്രൊഫസർ പദവി കാണിച്ച് പ്രചാരണം നടത്തിയെന്ന് കാണിച്ച് എതിർ സ്ഥാനാർത്ഥി തോമസ് ഉണ്ണിയാടൻ ഹൈക്കോടതിയിൽ തിരഞ്ഞെടുപ്പ് ഹർജി ഫയൽ ചെയ്തിരുന്നു. മന്ത്രി പ്രൊഫസറാണെന്ന് കോടതിയെ ബോധ്യപ്പെടുത്തി കേസ് ദുർബലപ്പെടുത്താനാണ് ചട്ടങ്ങളിൽ ഇളവ് അനുവദിച്ചതെന്നായിരുന്നു അന്ന് ഉയർന്ന ആരോപണം. വിരമിച്ച അധ്യാപകർക്ക് പ്രൊഫസർ പദവി നൽകുന്നത് കേരള സർവകലാശാല നിരാകരിച്ചിരിക്കുമ്പോഴാണ് കാലിക്കറ്റ് സർവകലാശാലയുടെ ഉത്തരവെത്തിയത്. പിന്നീട് മന്ത്രി ആർ ബിന്ദുവിനെതിരായ തിരഞ്ഞെടുപ്പ് ഹർജി ഹൈക്കോടതി തള്ളുകയും ചെയ്തു. എതിർ സ്ഥാനാർത്ഥിയായ തോമസ് ഉണ്ണിയാടൻ നൽകിയ ഹർജിയാണ് തള്ളിയത്. പ്രൊഫസർ അല്ലാതിരുന്നിട്ടും പ്രൊഫസർ എന്ന പേരിൽ വോട്ട് ചോദിച്ചു എന്നതായിരുന്നു ഹർജിയിലെ ആരോപണം. ആർ ബിന്ദുവിന്റെ തടസ്സവാദം കോടതി അംഗീകരിച്ചു. ഹർജിയിൽ മതിയായ വസ്തുതകളില്ലെന്ന് ജസ്റ്റിസ് സോഫി തോമസ് ചൂണ്ടിക്കാണിച്ചിരുന്നു. നന്ദി.